കഴിയുന്നത്ര ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇത് ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കട്ടെ. ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മുട്ടുകുത്തി കണ്ണീർ പൊയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ഓർമ്മകളുടെ നൊമ്പരങ്ങൾ അയാളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈയൊരു വേൾഡ് കപ്പ്. കരിയറിൽ ഒരു ദയ പോലും കൽപ്പിക്കാത്ത ഫുട്ബോൾ ദൈവങ്ങൾ തനിക്കായി കാത്തുവെച്ചതാണ് ഈ വേൾഡ് കപ്പ് എന്ന് അയാൾ സ്വയം വിശ്വസിച്ചതാണ്. പക്ഷേ നെയ്മർ എന്ന പാവം കാൽപന്ത് കളിക്കാരനെ ഒരു ഫുട്ബോൾ ദൈവവും തുണച്ചില്ല. അയാൾ മൈതാനത്തെ നിസ്സഹായതയോടെ തേങ്ങിക്കരഞ്ഞു. അവസാന കണ്ണീരും മുറ്റി വീണ് അയാൾ പതിയെ മൈതാന മധ്യത്തിൽ നിന്നും നടന്നു നീങ്ങി. ഇനി ഒരിക്കൽ പോലും ആ കുപ്പായത്തിൽ തിരിച്ചു വരാത്തക്ക വിധം. ആ കാലുകളിലെ മാന്ത്രികത ഇനിയൊരു വേൾഡ് കപ്പിന്റെ മൈതാനങ്ങളിൽ കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. കിരീടത്തെക്കാളും ഒരു പിടി നല്ല ത്രസിപ്പിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച് ലോക ഫുട്ബോളിനെ കാൽപന്തിന്റെ എല്ലാ സൗന്ദര്യവും കാണിച്ചു കൊടുത്ത് ജോഗോ ബൊണിറ്റയിലെ അവസാന പിന്മുറക്കാരനായ നെയ്മറും ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു. ഒരിക്കലും റെക്കോർഡുകളോട് പിൻബലം വേണ്ട ആരാധകർക്ക് നെയ്മറെ പോലൊരു കളിക്കാരനെ ഓർത്തിരിക്കാൻ വേണ്ടി അയാൾ സമ്മാനിച്ച ചില സുന്ദര മുഹൂർത്തങ്ങൾ മാത്രം മതി. കാരണം ചില താരങ്ങൾ ചരിത്രമേതും, മറ്റു ചില താരങ്ങൾ കിരീടങ്ങൾ വാരിക്കൂട്ടും. പക്ഷേ നെയ്മറെ പോലെയുള്ളവർ കാൽപന്തിനെ തന്നെ ഒരു കവിതയാക്കി മാറ്റും. നന്ദി നെയ്മർ, ഫുട്ബോളിനെ ഇത്ര ഭംഗിയായി ഞങ്ങൾ ആരാധകരുടെ ഉള്ളിൽ പ്രദർശിപ്പിച്ചതിന്. വി വിൽ ഡെഫിനറ്റ്ലി മിസ് യു, നെയ്മർ ഡാ സിൽവ സാന്റോസ്.